ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. ഇന്ന് രാവിലെ ദോശയും പാലക്ക് കറിയുമാണ് നമ്മളെ ഭക്ഷണം. പാലക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുമെന്നറിയില്ല. ഇതാണ് പരിപ്പ് ആദ്യം ഇങ്ങനെ വേവിക്കണം. നന്നായിട്ട് വേവിച്ച് ഉടയ്ക്കണം. പരിപ്പ് ഇങ്ങനെ വെന്തിട്ടുണ്ട്. പിന്നെ പാലക്ക് മുറിച്ചിട്ടിങ്ങനെ വെള്ളം ഊറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് പാലക്കിനെ കാണാൻ പറ്റും. അത് കാണിച്ചു തരാം. പിന്നെ തേങ്ങ, ഒരു പച്ചമുളക്, വെളുത്തുള്ളി, ജീരകവും കൂടി വേണം. ഇത് അരച്ച് വെക്കണം. അപ്പം പാലക്കറീനെ പറ്റി പറയുകയാണെങ്കിൽ പാലക്കറി നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. പാലക്ക് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ചീരയാണ്. അത് ഞാൻ കട്ട് ചെയ്ത് പോയി. അതിന് മുമ്പ് നിങ്ങൾ കാണിക്കണമെന്ന് വിചാരിച്ചിരുന്നെങ്കിലും മറന്നുപോയി. അപ്പം ആ ചീര വളരെ ശരീരത്തിനൊക്കെ വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചീരയാണ്. ഇതാണ് നമ്മുടെ പാലക്ക് കഴുകി കട്ട് ചെയ്ത് വെച്ചതാണ് ഈ കാണുന്നത്. ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചത്. ഇതിനെ നമുക്ക് ഈ പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ തന്നെ ഇട്ട് പോകുമ്പോൾ മറിയും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ട് ഒരു വിസിലടിച്ചാൽ മതി. ഇലവർഗ്ഗമാണല്ലോ, അപ്പം ഒറ്റ വിസിലുകൊണ്ട് തന്നെ അത് ശരിയാവും, വേവും. പാലക്ക് ഭയങ്കര ഈ പാലക്ക് എന്ന് പറയുന്നതിൻ്റെ ഇംഗ്ലീഷിലുള്ള പേരാണ് സ്പിനാച്ച് എന്നുള്ളത് നമ്മൾ പോപ്പായി എന്ന് പറഞ്ഞാൽ ആ കാർട്ടൂണിലൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം. അതെപ്പോഴും സ്പിനാച്ച് എന്ന് പറഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് കാണിക്കുന്നത്. നമ്മളോടും ഡോക്ടേഴ്സ് പറയും പാലക്കിൻ്റെ സൂപ്പ് കുടിക്കണം എന്നൊക്കെ. അപ്പം പാലക്കിനെ കൊണ്ട് പലതും ഉണ്ടാക്കാം. പാലക്ക് കറി ഉണ്ടാക്കാം, പാലക്ക് സൂപ്പ് ഉണ്ടാക്കാം, പാലക്ക് പൊറോട്ട, പാലക്ക് പനീർ, അങ്ങനെ പല സാധനങ്ങളും ഉണ്ടാക്കാം. നല്ല എന്താ പറയുക, വിറ്റാമിനുള്ള ഒരു ഇലയാണ്. പിന്നെ ചീര പോലത്തെ ഒരു ഇതാണ്. ഇവിടെ മഹാരാഷ്ട്രയിൽ സ്ഥിരമായിട്ട് കിട്ടുന്നൊരു സാധനമാണ് ഈ പാലക്ക്. അങ്ങനെ പാലക്ക് അടുപ്പത്തേക്ക് വെച്ചു. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇത്രയും കാര്യങ്ങൾ ഈ ഇലയിലേക്ക് ചേർത്ത ശേഷം കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞ് കുക്കറിൻ്റെ മൂടി അടച്ചിട്ടുണ്ട്. തീ കത്തിച്ചു. ഇനി അത് ഒരു വിസിലടിക്കട്ടെ. അപ്പോഴത്തേക്ക് നമ്മൾ തേങ്ങ, ജീരകം, വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് മിക്സിയിൽ നല്ല വെണ്ണ പോലെ എന്ന് പറയില്ലേ, അതുപോലെ അരച്ചെടുക്കണം. ഇത് പിന്നെ ഒരു കാസറോള്. ഇത് ഇന്നലെ ഞങ്ങൾ പുറത്ത് പോയപ്പം ഇങ്ങനൊരു കാസറോള് കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നി. അധികം ഒന്നും കൊള്ളില്ല സാധനമൊന്നും, പക്ഷേ കണ്ടപ്പോൾ കളർ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നി. കാസറോളുകളാണെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ 1, 2, 3, 4 ഇങ്ങനെയുണ്ട് കാസറോളുകളുണ്ട്. പക്ഷേ ഇത് വാങ്ങേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നിയപ്പോൾ ഒരു കാസറോൾ വാങ്ങിച്ചു. അതുപോലെ കപ്പുകൾ വാങ്ങിച്ചു. അങ്ങനത്തെ ബ്ലാക്ക് കപ്പ് കണ്ടപ്പം നല്ല രസം. അങ്ങനെ ബ്ലാക്ക് കപ്പുകൾ വാങ്ങിച്ചു. പിന്നെ വേറെ ടൈപ്പ് ഒരു കപ്പ്, ചെറുതാണ്, കുഞ്ഞി കപ്പാണ്. അപ്പം അങ്ങനത്തെ ചെറിയ കപ്പുകളും അതിന് പ്രത്യേക ഒരു ഷേപ്പൊക്കെ ഉണ്ട്. അത് കണ്ടപ്പം അത് വാങ്ങിച്ചു ഇന്നലെ വൈകുന്നേരം. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇതൊരു ടിഫിൻ ബോക്സ്, മോൾക്ക് ജോലിക്ക് പോകുമ്പം കൊണ്ടുപോകാനുള്ള ടിഫിൻ ബോക്സാണിത്. ഇതിൻ്റെ ഉള്ളിൽ ഫോർക്കും സ്പൂണൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൽ കറികളും ഇതിൽ ചപ്പാത്തിയോ ചോറോ ഒക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ടിഫിൻ ബോക്സും വാങ്ങിച്ചു. അപ്പം ഞാൻ ഇത് അരച്ചെടുക്കട്ടെ. അപ്പോൾ കുക്കർ വിസിലടിച്ചു. അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞു. ഇനി തേങ്ങ നല്ല വെണ്ണ പോലെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം അത് അതിലേക്ക് ഒഴിക്കാം. നമ്മളുടെ പാലക്കിൻ്റെ വിസിൽ പോകുന്നേ ഉള്ളൂ. തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഒരു മത്തൻ്റെ ഉപ്പേരി, മത്തൻ തോരനോ എന്താ പറയാം, ഞങ്ങൾ മത്തൻ്റെ ഉപ്പേരി എന്ന് പറയും. അതാണ് മത്തൻ, കടയിൽ നിന്ന് വാങ്ങിയ മത്തൻ. അധികം മൂക്കാത്ത, പഴുത്ത് ചുവന്ന് പോകാത്ത ഫ്രഷായിട്ടുള്ള മത്തൻ. അതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളക്, 1-2 പച്ചമുളക് കീറിയിട്ട് ഇത് മുറിച്ചിടാം.
അപ്പോൾ നമ്മളുടെ മത്തനൊക്കെ മുറിച്ചിട്ടുണ്ട്. മത്തനിലേക്ക് കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളം വേണ്ടു. കാരണം ഈ മത്തൻ അങ്ങനെ വേവേണ്ട, അധികം വേവൊന്നുമില്ലല്ലോ. അതുകൊണ്ട് മത്തൻ കുറച്ച് ലേശം വെള്ളമാക്കണം. അപ്പോൾ നമ്മളുടെ പാലക്ക് ആയിട്ടുണ്ട്. വെന്ത് കഴിയുമ്പോൾ എങ്ങനെയാണുള്ളത് പാലക്ക്. അപ്പോൾ നമുക്കിനി തേങ്ങ അരച്ചത് കലക്കണം. ഇത് അടുപ്പത്തേക്ക് വെച്ചു. ഇനി നമ്മുടെ പാലക്കറി നല്ല വെന്ത് റെഡിയായി നിൽക്കുന്നുണ്ട്. പരിപ്പും പാലക്കും, ഇങ്ങനെ തേങ്ങ അരക്കാതെ പരിപ്പും പാലക്കുമായിട്ട് മാത്രവും കറി വെക്കാറുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ കുട്ടികൾക്കൊന്നും അങ്ങനെ അത്ര ഇഷ്ടമല്ലാതെന്നുള്ളതുകൊണ്ടാണ് ഇത് തേങ്ങയൊക്കെ അരക്കുന്നത്. ഇനി നമുക്ക് ഈ തേങ്ങ ഇതിലേക്ക് ചേർക്കാം. ഇപ്പോൾ നമ്മൾ തേങ്ങ കലക്കിയതിനകത്തോട്ട് തേങ്ങ, ജീരകം, വെളുത്തുള്ളി, ഒരു പച്ചമുളക് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു മണം ഉണ്ടാവും. നല്ല മണം കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. കുറച്ച് തിളച്ചിട്ട് അത് നന്നായിട്ട് തിളച്ചിട്ട് വറവ് ഇട്ട് വാങ്ങി വെച്ച് കുറച്ച് നേരം കഴിയുമ്പം ഇത് ഒന്നും കൂടി കൊഴുത്ത് വരും. അപ്പോൾ ഇത് നന്നായിട്ട് തിളക്കട്ടെ. ഇതിൻ്റെ അരവും കലക്കി, അരപ്പ് എന്നോ എന്ത് വേണം പറയാം. ഇത് വെറുതെ അടക്കുന്ന മാത്രമേ ഉള്ളൂ. ഇത് വിസിൽ വരണമെന്നും ആവശ്യമില്ല. വെറുതെ അങ്ങനെ അടച്ച് വെക്കുകയാണ്. അതേസമയം നമ്മളുടെ മത്തൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളമായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് സിമ്മാക്കി വെക്കാം. ഇത് സിമ്മല്ലാതെ വെക്കാം. അപ്പോൾ ഇതൊക്കെ ഇവിടുന്ന് ആവട്ടെ. വീട്ടമ്മമാർ ആയിട്ടുള്ളവർക്കൊക്കെ അറിയാം, തിരക്ക് പിടിക്കുന്ന സമയത്ത് നമ്മൾ 4 സ്റ്റവും കത്തിച്ച് ചടപടാന്ന് പണി ചെയ്യും. മക്കൾക്കും ഭർത്താവിനൊക്കെ ജോലിക്ക് പോകേണ്ട സമയത്തൊക്കെ 4 ഒന്നിൽ പാല്, ഒന്നിൽ തോരൻ, ഒന്നിൽ ദോശ, ഒന്നിൽ ചോറ്, അങ്ങനെയെല്ലാം നമ്മൾ ഭയങ്കര ഫാസ്റ്റായിട്ടൊക്കെ അന്ന് ചെയ്യായിരുന്നു. ഇപ്പം അങ്ങനെ ഫാസ്റ്റായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഭർത്താവൊക്കെ റിട്ടയറായി. മക്കൾക്കും അങ്ങനെ ടിഫിൻ കൊണ്ടുവന്ന പരിപാടി ചിലപ്പോഴൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ അവർക്ക് വേറെ സമയത്താണ്, കുറേ കൂടി ലേറ്റായിട്ടേ വേണ്ടു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തിരക്ക് പിടിക്കേണ്ട ആവശ്യമില്ല. ഈ 2 സ്റ്റവ് തന്നെ നമുക്ക് ധാരാളം. ഈ കടുക് വറുത്തിടുന്നതിന്, കടുകിൽ വറവിടുമ്പോൾ അതിൻ്റെ കൂടെ ഉണക്കമുളകും കൂടി നമ്മൾ വറവിടുന്നതുകൊണ്ട് ഞാൻ ഈ കടുകിൻ്റെ കൂടെ തന്നെ ഉണക്കമുളക് ഇങ്ങനെ ഇട്ട് വെക്കും. നമ്മൾ തുറക്കുമ്പോൾ രണ്ടും ഒരുമിച്ച് കിട്ടും. ഇത് തമ്മിൽ ഭയങ്കര അഭേദ്യമായ ബന്ധമായതുകൊണ്ട് എപ്പോഴും കടുക് വറവിടുമ്പോൾ അതിൻ്റെ കൂടെ ഉണക്കമുളക് ഉള്ളതുകൊണ്ട് രണ്ടിനെയും കൂടി ഒരു പാത്രത്തിൽ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ കറി നന്നായിട്ട് തുള്ളി തിളച്ചിട്ടുണ്ട്. ഒന്നും കൂടി നന്നായിട്ട് ഇളക്കിയിട്ട് നന്നായിട്ട് തിളച്ചത്. ഇത് കറിവേപ്പില, നമ്മളുടെ വീട്ടിലുണ്ടായ കറിവേപ്പില. അപ്പോൾ ഇത് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇതിൽ വറവിടണം. ഈ കറിയിൽ ഇങ്ങോട്ട് വാങ്ങി വെക്കാം. ഈ പാത്രം, ഈ ചെറിയ പാത്രം ഇവിടെ വെക്കാം. ഈ പാത്രം പെട്ടെന്ന് ചൂടാവുന്നൊരു പാത്രമാണ്. അപ്പോൾ അതിൽ നമുക്ക് വെളിച്ചെണ്ണയും കടുകും കരിവേപ്പിലയും ഒക്കെ വറവിടാം. അപ്പോൾ നമ്മളുടെ കറി നന്നായി തിളച്ചവിടെ നിൽക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായാൽ കടുക് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്, ഉണക്കമുളക്, കറിവേപ്പില. അപ്പോൾ നമ്മൾ കടുക് ഇതിനകത്ത് ഇടുമ്പോൾ അതിന് പൊട്ടിത്തെറിച്ച് പുറത്തേക്ക് പോകാനാണ് ഇഷ്ടം. അപ്പോൾ നമ്മളതിനെ പൊട്ടിത്തെറിച്ച് പോകാതിരിക്കാൻ വേണ്ടി സമ്മതിക്കാതെ പൊട്ടിത്തുടങ്ങി നമ്മളിതിനെ അടച്ചു വെച്ചു. ഫുള്ളായിട്ട് അടച്ചില്ല, ഇത്തിരി വടവ് വെച്ചിട്ട് അടച്ചു വെച്ചു. അങ്ങനെ പുറത്തേക്ക് ചാടിപ്പോയാൽ പിന്നെ നമുക്ക് കടുക് ഉണ്ടാകുമോ? പടപടാന്ന് ശബ്ദം കേൾക്കുന്നുണ്ടാവുമായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ടെടുത്തിട്ട് വീണ്ടും പടപട ശബ്ദം കേൾക്കും. ഇനി ഈ പടപട തീ ഓഫാക്കിയിട്ട് ഇത് വീണ്ടും ഒരു ശബ്ദം കേട്ടില്ല, ശീന്ന് കഴിഞ്ഞു. നമ്മളെ പാലക്കറി റെഡിയായിട്ടുണ്ട്. വറവിട്ടു, നന്നായിട്ട് ഇളക്കി
അടച്ചു വെച്ചു. അതിൻ്റെ കാര്യം കഴിഞ്ഞു. ഇനി നമ്മുടെ മത്തൻ ഇവിടെ ഇങ്ങനെ വെന്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അത് അവിടെ നിന്ന് വേവട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങളിനി പാലക്കറിയും ദോശയുമായിട്ട് ഭക്ഷണം കഴിക്കട്ടെ.